പിന്നെ ഞാൻ കുഴിമന്തി കഴിക്കരുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുഴിമന്തി കഴിക്കരുന്ന് പറഞ്ഞ അവസാനം ഞാൻ അങ്ങനെ കഴിക്കാറില്ല. കുഴിമന്തിയിൽ എന്താ കാരണം എന്ന് വെച്ചാല് എനിക്ക് കുഴിമന്തിനേക്കാളും കൂടുതൽ താല്പര്യം ബിരിയാണിയാണ്. ഓക്കെ, ഈ കുഴിമന്തി എന്ന് പറഞ്ഞ ഭക്ഷണം ഞാൻ ഇവിടെ കഴിക്കുമ്പോൾ ചോറും റൈസും മയണൈസും എനിക്ക് ഒരിക്കലും കഴിക്കാൻ തോന്നില്ല. അപ്പൊ പിന്നീടുള്ളത് ചിക്കനാണ്. അപ്പൊ ഫ്ലേവർ അധികം ഇല്ലാത്തൊരു റൈസ്, അതായത് ബിരിയാണിയുടെ അത്ര ഫ്ലേവർഫുൾ റൈസ് ഒന്നും അല്ല ഇത്. സ്റ്റോക്ക് ക്യൂബ്, അതായത് ചിക്കൻ സ്റ്റോക്ക് ഇട്ടിട്ടാണ് അതിൻ്റെ ക്യൂബ് പൗഡർ ഇട്ടിട്ടായിരിക്കും ഫ്ലേവർ വരുത്തിക്കുക. നാച്ചുറലായിട്ടൊരു ഫ്ലേവർ ഇല്ല. അപ്പം നമ്മളിപ്പോൾ ഈ അജീനോമോട്ടോ കഴിക്കാൻ പാടാന്ന് പറയില്ലേ, ശരിക്കും കഴിക്കാം. അപ്പം അജീനോമോട്ടോ കഴിക്കാൻ പാടില്ല എന്ന് സ്വയം നമ്മൾ പേടിക്കുന്നുണ്ടെങ്കിൽ കുഴിമന്തി കഴിക്കാൻ പാടില്ല. കാരണം അതിനകത്തുണ്ട് സോഡിയത്തിൻ്റെ 2 ഡെറിവേറ്റീവ്സ് ഈ ചിക്കൻ സ്റ്റോക്ക് ക്യൂബിൽ. പക്ഷെ നമ്മുടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും കുഴിമന്തി ഫാൻസ് ആണല്ലോ. അതെന്താ കാരണം പറയും? ഞാനപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒബിയസ്ലി ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള സാധനത്തിന് എതിരെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഉടനടി പിന്നെ ഞാൻ ടാർഗറ്റ് ചെയ്ത കുറെ ബ്ലോഗേഴ്സ് എല്ലാം കൂടി ചേർത്ത് എന്നെ ഇസ്ലാമോഫോബാക്കി, ഇസ്ലാം വിരോധിയാക്കി. അതെങ്ങനെയാണ് ആ കണക്ഷൻ വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവിടെ എത്തി. അപ്പൊ അതായത് ആൾക്കാർക്ക് എന്തും പറയാ. കമന്റ് ഇടണവനൊക്കെ പ്രത്യേകിച്ച് നമ്മൾ മറ്റേ ഇഗ്നോർ ചെയ്യാറില്ല, വാലിഡേറ്റ് ചെയ്യാറില്ല. കാരണം കമന്റ് അല്ലേ ഇടാൻ അത്രയൊക്കെ പറ്റുള്ളൂ, വേറെ അതിൽ കൂടുതൽ കഴിവൊന്നുമില്ലല്ലോ.